നമസ്കാരം മക്കളെ, 10ാം ക്ലാസ് കെമിസ്ട്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള ഒരു എലമെന്റ് ആണ് കാർബൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും കാർബൺ. ഈ കാർബണെ നമ്മൾ ഡിനോട്ട് ചെയ്യുക സി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. അതും എല്ലാവർക്കും അറിയണ്ട. കാർബണിന്റെ വാലൻസി 4 എന്ന് മനസ്സിലാക്കുക. 4. എന്താണ് വാലൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ ആയിട്ട് വാലൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല, ഒരു എലമെന്റിന് ഉണ്ടാക്കാൻ കഴിയുന്ന ബോണ്ടുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വാലൻസി എന്ന് വിളിക്കുക. അപ്പോൾ കാർബണിന്റെ വാലൻസി 4 എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. കാർബണ് 4 ബോണ്ടുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കാർബണ് 4 ബോണ്ടുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കുറച്ചും കൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ കാർബണ് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് 4 വരകൾ കാണാം. ഓരോ വരകളും ഓരോ ബോണ്ടിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടൊരു എലമെന്റ് ഉണ്ട്. ഹൈഡ്രജൻ എച്ച് എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. ഹൈഡ്രജന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ ഒരു വര മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. കാരണം എന്താ? ഹൈഡ്രജന് ഒരു ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ? ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാർബണും ഹൈഡ്രജനും കൂടി ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് എന്നൊക്കെ പറയാം. കാർബണും ഹൈഡ്രജനും മാത്രമല്ല, ഇടയ്ക്ക് ചിലപ്പോൾ ഓക്സിജനും കയറി വരാം, ഇടയ്ക്ക് ചിലപ്പോൾ നൈട്രജനും കയറി വരാം, ഇടയ്ക്ക് ചിലപ്പോൾ സൾഫർ കയറി വരാം, ഹെലജൻസ് കയറി വരാം. ഹെലജൻസ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളില് 17ാമത്തെ ഗ്രൂപ്പിൽ കിടക്കുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ ഹെലജൻസ് എന്നൊക്കെ വിളിക്കുക. ഓക്കെ. അപ്പൊ എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിന് കുറച്ച് എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടാ. എക്സാമ്പിളുകൾ വെറുതെ ഒന്ന് നോക്കി വയ്ക്കുക. എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ? ഈ ഓർഗാനിക് കോമ്പൗണ്ടുകളെ പറ്റി പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കണേ? ഓർഗാനിക് കെമിസ്ട്രി എന്ന് വിളിക്കണേ. നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചർ, അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ്, അവരുടെ പ്രിപ്പറേഷൻ, അവരുടെ റിയാക്ഷൻസ്, അവരുടെ യൂസസ്, ഇതൊക്കെയാണ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി നടത്തുന്ന പഠനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു മക്കള്? നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്നൊക്കെയായിരുന്നു നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ? നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പറയാം, നമ്മുടെ ഈ കോമ്പൗണ്ടുകളെ ഒക്കെ പേരിടുന്ന ചടങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നോമൻക്ലേച്ചർ എന്ന് വിളിക്കുക. തോന്നി പോലെ പേരിടാൻ പറ്റുമോ കോമ്പൗണ്ടുകൾക്ക്? ഇല്ല. അതിന് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആര് ഈ റൂൾസ് ഉണ്ടാക്കിയേ? ദ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി, IUPAC എന്ന് നമ്മൾ പറയും. ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? നമ്മുടെ ഈ കോമ്പൗണ്ടുകൾക്ക് പേരിടാനായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന ഓർഗനൈസേഷൻ ആണ് നമ്മുടെ IUPAC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ഓക്കെ, അതും മനസ്സിലായി. ഇനി എന്താണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഹൈഡ്രോ കാർബൺസ്? നമ്മുടെ ദോശയുടെ ഉള്ളിൽ മസാല ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താ വിളിക്കുക? മസാല ദോശ എന്ന് വിളിക്കും അല്ലെ? അതുപോലെ കോമ്പൗണ്ടുകൾ നോക്കുമ്പോൾ അതിൽ ഹൈഡ്രജനും കാർബണും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കും. ഒരു കോമ്പൗണ്ടിൽ ഹൈഡ്രജനും കാർബണും മാത്രമുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കും. ദോശയും മസാലയും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ മസാല ദോശ എന്ന് വിളിക്കും. അതേപോലെ ഹൈഡ്രോ കാർബൺസിന് കുറച്ച് എക്സാമ്പിൾ ഇതേ കൊടുത്തിട്ടുണ്ട്. വെറുതെ നോക്കി വയ്ക്കുക. ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പോണ കാര്യങ്ങളാണ്, എന്നാലും വെറുതെ കൊടുത്തു എന്നുള്ളൂ. മീതെയിൻ CH4 എന്ന് പറയും, ഈതെയിൻ C2H6 എന്നൊക്കെ പറയും, പ്രൊപ്പെയിൻ C3H8 എന്ന് പറയും,
വെറുതെ എക്സാമ്പിൾ ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ ഹൈഡ്രോ കാർബൺ എന്താന്ന് മനസ്സിലായി. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിന് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസിന് നമ്മൾ പേരിടാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ പേരിടാൻ പോണതിൽ മുന്നേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്താ കുറച്ച് കാര്യങ്ങൾ? അതായത് ഒരു ഹൈഡ്രോ കാർബണിൽ ഞാൻ നോക്കുമ്പോൾ ഒറ്റൊരു കാർബണേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അതിനെ മെത്ത് എന്ന് വിളിക്കും. ഇനി ഒരു ഹൈഡ്രോ കാർബണിൽ 2 കാർബൺ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അതിനെ എത്ത് എന്ന് വിളിക്കും. ഇനി ഒരു ഹൈഡ്രോ കാർബണിൽ 3 കാർബണുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ പ്രൊപ്പ് എന്ന് വിളിക്കും. 4 ഉണ്ടെങ്കിൽ ബ്യൂട്ട് എന്ന് വിളിക്കും, BUT. 5 ഉണ്ടെങ്കിൽ പെന്റ് എന്ന് വിളിക്കും, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. ഇത് വളരെ വൃത്തിക്ക് പഠിച്ചു വെക്കുക. ഇതറിയാണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇതിപ്പോ തന്നെ കാണാപ്പാഠം പഠിക്കുക. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. ഓക്കെ, ഇനി ആൽക്കൈൻ എന്താണ്, ആൽക്കീൻ എന്താണ്, ആൽക്കൈൻ എന്താണ്? ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഹൈഡ്രോ കാർബൺസിൽ കാർബൺ എവിടെ നോക്കിയാലും കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് വിളിക്കും? ആൽക്കൈൻ എന്ന് വിളിക്കും. ആൽക്കൈൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, ANE. ഒന്നുകൂടി പറയാം, ഹൈഡ്രോ കാർബൺസിൽ കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമാണ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആൽക്കൈൻ എന്ന് വിളിക്കും. ഇനി കാർബൺ ഡബിൾ ബോണ്ട് എവിടെയെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. കാർബൺ ഡബിൾ ബോണ്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ആൽക്കീൻ എന്ന് വിളിക്കും, ENE. അതല്ല, കാർബൺ ട്രിപ്പിൾ ബോണ്ടാ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ആൽക്കൈൻ എന്ന് വിളിക്കും, YNE. ഇത് പഠിച്ചു വയ്ക്കുക. ഇപ്പൊ നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ ഇതിൽ കാർബൺ സിംഗിൾ ബോണ്ടല്ലേ ഉള്ളേ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ആൽക്കൈൻ അഥവാ ANE എന്ന് പറയാം. ഇപ്പുറത്ത് നോക്കിയാലോ, കാർബൺ ഡബിൾ ബോണ്ട് അല്ലെ, അപ്പോ ENE എന്ന് പറയാം, ആൽക്കീൻ. ഇനി അതേപോലെ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണ് ഇവിടെ ഉള്ളത് അല്ലെ, അപ്പൊ നമുക്കതിനെ YNE എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ആൽക്കൈൻ എന്ന് പഠിച്ചു, ആൽക്കൈൻ എന്ന് പഠിച്ചു. അതിന്റെ ചെറിയൊരു ഡെഫിനിഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, വെറുതെ ഒന്ന് വായിച്ചു പോവാ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമ്മൾ നമ്മുടെ നോമൻക്ലേച്ചർ, പേരിടലിലേക്ക് കിടക്കുകയാണ്. ഇതെന്താ ആദ്യത്തെ ഫിഗർ എന്താ ഒന്നും മനസ്സിലാവണില്ലല്ലോ അല്ലെ, ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല നമ്മള്. ഉണ്ടാ അങ്ങനെ ടെക്സ്റ്റ് ബുക്കില്? ഞാനിതിനെ വേറെ രീതിയിൽ എഴുതാനായിട്ട് പോവാണ് കേട്ടോ. നോക്കിക്കോ, ആദ്യത്തെ കാർബൺ, പിന്നെ 3 ഹൈഡ്രജൻ, ശരിയല്ലേ? രണ്ടാമത്തെ കാർബൺ, പിന്നെ 2 ഹൈഡ്രജൻ, ശരിയല്ലേ? മൂന്നാമത്തെ കാർബൺ, പിന്നെ 3 ഹൈഡ്രജൻ, ശരിയല്ലേ? ഈ സാധനത്തിന് നമുക്ക് ഇങ്ങനെയും വരച്ചൂടെ, അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതിക്കൂടെ? എഴുതാം. അതായത് ഹൈഡ്രജന്റെ ബോണ്ട് കാണിക്കാണ്ട് നമ്മൾ എഴുതിക്കണ സംഭവമാണ് ഈ കിടക്കുന്നത്. ഓക്കെ, ഇത് രണ്ടും സെയിം ആണ് എന്ന് മനസ്സിലാക്കുക. ഇതിൽ നിങ്ങൾ നോക്കിയേ, കാർബണ് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 4 ബോണ്ടുകൾ കാണാം. കാർബണ് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ 4 ബോണ്ടുകൾ, ഈ കാർബണ് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ 4 ബോണ്ടുകൾ കാണാം. അതേപോലെ ഹൈഡ്രജന്റെ കേസ് നോക്കിയേ, ഹൈഡ്രജന് ചുറ്റും നോക്കിയാൽ എല്ലാ ഹൈഡ്രജന് ചുറ്റും ഒറ്റൊരു ബോണ്ട് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഞാൻ വരച്ചേക്കുന്നത് കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നിങ്ങളെ എവിടെങ്കിലും നിങ്ങൾ ഇങ്ങനെ കണ്ടു എന്ന് വിചാരിക്കൂ, സി എച്ച് എച്ച് എച്ച്
ഇങ്ങനൊരു കോമ്പൗണ്ട് ഉണ്ടോ എന്നാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഇങ്ങനൊരു കോമ്പൗണ്ട് ഇല്ല എന്ന് നിങ്ങൾ പറയണം. കാരണം എന്താ? ഇവിടെ നിങ്ങൾ കാർബൺ ചുറ്റും നോക്കി നോക്കിയേ. എത്ര ബോണ്ടുകളുണ്ട്? 3 ബോണ്ടുകളുള്ളൂ. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ? കാർബണ് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ 4 വരകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ 4 വരകൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോമ്പൗണ്ട് ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ശരി. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പേരിടാനായിട്ട് തുടങ്ങാം. ദേ ഈ ഒരു കോമ്പൗണ്ടില് എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ. 3 കാർബൺ വന്നാൽ അതിന് നമ്മൾ എന്താ വിളിക്കുക? മെത്ത്, എത്ത്, പ്രൊപ്പ് എന്ന് പറയൂലേ? പ്രൊപ്പ്. ഇവിടെ കാർബൺ കാർബൺ എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ? അപ്പോ പ്രൊപ്പെയിൻ എന്ന് വിളിക്കും. പ്രൊപ്പെയിൻ. ഇതാണ് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര് എന്ന് പറയുന്നത്. അപ്പൊ പേരിടാൻ പഠിച്ചു. ഇനി അടുത്തൊന്ന് നോക്കിയേ. അടുത്ത കോമ്പൗണ്ടിന്റെ നോക്കിയേ. ഇവിടെ നോക്കുകയാണെങ്കിൽ എത്ര കാർബൺ ഉണ്ട്? 1, 2, 3, 4, 5. 5 കാർബൺ. ഒരു കോമ്പൗണ്ടിൽ 5 കാർബൺ വന്നാൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ് അല്ലേ? പെന്റ്. പെന്റ്. എല്ലാം എന്താണ്? എല്ലാം സിംഗിൾ ബോണ്ടാണ്. കാർബൺ കാർബൺ എല്ലാം സിംഗിൾ ബോണ്ടാണ്. അതുകൊണ്ട് നമുക്കതിനെ ANE കൂട്ടി വിളിക്കാം. പെന്റെയിൻ എന്ന് കിട്ടി. അതാണ് ഈ ഹൈഡ്രോ കാർബണിന്റെ പേര് എന്ന് പറയുന്നത്. ഇനി നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ച് നോക്കിക്കോ. ഇതൊരു ഹൈഡ്രോ കാർബൺ ആണ്. ഇതിന് പേരിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ നമ്മൾ കൺസിഡർ ചെയ്യണം. ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഇതല്ലേ നമ്മുടെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ എന്ന് പറയുന്നത്? ഇതല്ലേ മക്കളെ? 1, 2, 3, 4. 4 കാർബൺസ് ഉണ്ട്. ഒരു കുട്ടി ഇങ്ങനെ എടുത്തേക്കാന്ന് വിചാരിക്കുക. നോക്കൂ, ഇതൊരു ചെയിന. ഈ പോണതൊരു ചെയിന. ഇത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. കാരണം ഇത് ലോങ്ങസ്റ്റ് അല്ല. ഇതിൽ 3 കാർബൺ ഉള്ളൂ അല്ലേ? നമ്മൾ നേരത്തെ എടുത്തതില് 4 കാർബൺ ഉണ്ട്. അപ്പൊ ഇതാണ് ഈ കോമ്പൗണ്ടിലെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ എന്ന് പറയുന്നത്. ഇനി അത് കൂടാണ്ട് മാറി നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബ്രാഞ്ച് എന്ന് വിളിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. താഴെയുള്ളതാണ്, താഴെ വട്ടം വരച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ബ്രാഞ്ച് അവിടെ കണ്ടാലും മനസ്സിലൊരു വട്ടം വരച്ചിട്ടുള്ളൂ കേട്ടോ, തെറ്റിപ്പോവാണ്ടിരിക്കാനാണ്. ഇനി ആദ്യം തന്നെ നമ്മൾ ഈ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ്റെ പേര് നമ്മൾ എഴുതാം. ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ്റെ പേര് എങ്ങനെ എഴുതാം? 1, 2, 3, 4. 4 കാർബൺ ഉണ്ട്. 4 കാർബൺ ഉള്ളതിനെ നമ്മൾ എന്താ വിളിക്കുക മക്കളെ? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട് അല്ലേ? അപ്പൊ ശരി, ബ്യൂട്ട്. ബ്യൂട്ട് എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ? എല്ലാം സിംഗിൾ ബോണ്ടാണ്. ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ബ്രാഞ്ച്. ബ്രാഞ്ചിനൊരു പേരിട്ട് വിളിക്കണം. ബ്രാഞ്ചിന്റെ പേരെന്തായിരിക്കും? സാധാരണ വിളിക്കണ പോലെ എത്ര കാർബൺ ഉണ്ട് എന്ന് നോക്കാം. എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബണേ ഉള്ളൂ. ഒരു കാർബൺ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്താ വിളിക്കുക? മെത്ത് എന്ന് വിളിക്കും. മെത്ത്. 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 ബ്രാഞ്ച് ആയ കാരോണ്ട് വയ്യൽ കൂട്ടിച്ചേർക്ക. വയ്യൽ കൂട്ടിച്ചേർക്ക. ബ്രാഞ്ച് ആയ കാരോണ്ട് എന്ത് കൂട്ടിച്ചേർക്ക? YL കൂട്ടിച്ചേർക്ക. YL. ഇനി ബ്രാഞ്ചിന്റെ പൊസിഷൻ കൂടി നമ്മൾ എഴുതണം. അതെങ്ങനെ പൊസിഷൻ എഴുതാ? നമുക്ക് നമ്മുടെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ അതിന് വേണ്ടിയിട്ട് നമ്പർ ചെയ്യണം. ഞാൻ നമ്പർ ചെയ്യാൻ പോവാണ്. 1, 2, 3, 4. അപ്പൊ ഒരു കുട്ടി ഇങ്ങനെ നമ്പർ ചെയ്തു. 1, 2, 3, 4. എങ്ങനെ നമ്പർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല അല്ലെ? അതായത് നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇടത്തു നിന്നും വലത്തു നിന്നും ഒക്കെ നമുക്ക് നമ്പർ ചെയ്യാം, വിഷയമുള്ള കേസല്ല. പക്ഷേ നമ്മുടെ ബ്രാഞ്ചിന്
ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ നമ്പർ ചൂസ് ചെയ്യാൻ. നമ്മുടെ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ. കുറച്ചും കൂടി ഡെപ്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രാഞ്ച് നിൽക്കണ കാർബൺ, ഈ കാർബണ് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ നമ്പർ ചെയ്യാനായിട്ട്. ഇവിടെ എങ്ങനെ നമ്പർ ചെയ്താലാ നമുക്ക് ഈ ബ്രാഞ്ച് നിൽക്കണ കാർബണിന്റെ ചെറിയ നമ്പർ കിട്ടുക? ഇവിടെ നിന്ന് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4. ഇവിടെ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ 2 വരൂല്ലേ ബ്രാഞ്ച്. ഇവിടെ നിന്ന് നമ്പർ ചെയ്താൽ വരാൻ പോണത് 3-ലാണ്. അപ്പൊ നമ്മൾ ഈ ചെറിയ നമ്പർ എടുക്കും. മതി, ചെറിയ നമ്പർ എടുത്താൽ മതി. 2 എന്നിട്ടൊരു ഹൈഫൺ ഇടാം. 2 മീഥൈൽ ബ്യൂട്ടൈൻ എന്നാണ് ഈ ഹൈഡ്രോ കാർബണിന്റെ പേര്. ഇനി അടുത്തത് നിങ്ങളൊന്ന് ചെയ്തേ. അടുത്തത് ഇതിൽ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഏതാ? ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഇതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ എന്ന് പറയുന്നത്. ഒരു കുട്ടി ഇങ്ങനെ എടുത്തു നോക്കിക്കോ. ഇതും ലോങ്ങസ്റ്റ് അല്ലേ? അതെ, ലോങ്ങസ്റ്റ് ആണ്. നിങ്ങൾ നേരത്തെ പോലെ എടുത്താലും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഉള്ള കാർബണിന്റെ എണ്ണം സെയിം ആണ്. അപ്പൊ ഏത് ചെയിൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോ തൽക്കാലം ഈ ഒരു ചെയിൻ എടുക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ബ്രാഞ്ച് ആയിട്ട് വരൂല്ലേ? ബ്രാഞ്ച് എവിടെ കണ്ടാലും വട്ടം വരച്ച് വെക്കുക മനസ്സിൽ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക? ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ്റെ പേര് എഴുതുക. എന്തായിരിക്കും പേര് വരാ? ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 കാർബൺ ഉണ്ട്. അപ്പൊ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡ് അല്ലേ? പെൻഡ് കാർബൺ കാർബൺ എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ? അപ്പൊ അത് കാരണം ANE. ഇനി എന്തും കൂടി എഴുതണം? ബ്രാഞ്ചിന്റെ പേര് കൂടി എഴുതണം. എന്താണ് ബ്രാഞ്ചിന്റെ പേര്? ഒറ്റൊരു കാർബണേ ഉള്ളൂ നമ്മുടെ ബ്രാഞ്ചിൽ. അപ്പൊ അതുകൊണ്ട് മെത്ത് എന്ന് പറയാം. മെത്ത് ബ്രാഞ്ച് ആയ കാരണം നമ്മൾ YL കൂട്ടിച്ചേർക്കും. മീഥൈൽ പെൻറ്റെയിൻ കഴിഞ്ഞിട്ടില്ല. ബ്രാഞ്ചിന്റെ പൊസിഷൻ കൂടി നമ്മൾ പറയണം. എങ്ങനെ പൊസിഷൻ പറയാ? ഞാൻ ഇവിടെ നിന്ന് നമ്പർ ചെയ്യാന്ന് വിചാരിക്കും. 1 2 3 4. അപ്പൊ ഇവിടെ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ 4ാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ബ്രാഞ്ച് വരാൻ. എനിക്ക് ഇങ്ങനെ നമ്പർ ചെയ്തൂടെ? 1 2. ഇപ്പൊ 2ാമത്തെ പൊസിഷനിൽ നമുക്ക് ബ്രാഞ്ച് കിട്ടി. അപ്പൊ നമ്മൾ ആ 2 എടുക്കുക. 2 മീഥൈൽ പെൻറ്റെയിൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. ഇനി അടുത്തതൊന്ന് നോക്കിയേ. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ എന്ന് പറയുന്നത് ഈ കിടക്കുന്നതാണ്. എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിയേ മക്കളെ. 1 2 3 4 5 6. 6 കാർബൺ ഉള്ളതിനെ നമ്മൾ എന്താ വിളിക്കുക? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡ്, ഹെക്സ് അല്ലേ? 6 കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ ഹെക്സ് എന്ന് വിളിക്കും. എല്ലാം കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടുകളല്ലേ? അത് കാരണം ANE എന്ന് എഴുതാം. ANE എന്ന് എഴുതാം. ഈ H സ്മോൾ ലെറ്റർ ആണ്. കാരണം അതിന് മുന്നിൽ നമുക്ക് ബ്രാഞ്ചിന്റെ പേര് എഴുതാനുള്ളതാണ്. ഇനി ബ്രാഞ്ച് എവിടെ കണ്ടാലും എന്ത് ചെയ്യുക? ബ്രാഞ്ച് എവിടെ കണ്ടാലും വട്ടം വരച്ച് വെക്കുക. അതേ, ഞാൻ വട്ടം വരച്ച് വെച്ചിട്ടുണ്ട്. ബ്രാഞ്ചിന്റെ പേരെന്താ? മെത്ത്. ബ്രാഞ്ച് ആയതുകൊണ്ട് YL. ഇനി കഴിഞ്ഞിട്ടില്ല. ബ്രാഞ്ചിന്റെ പൊസിഷൻ കൂടി എഴുതണല്ലേ? ഉറപ്പായിട്ടും നമ്മൾ നമ്പർ ചെയ്യുക ഇവിടെ നിന്നായിരിക്കും. ഇവിടെ നിന്ന് നമ്പർ ചെയ്താലാണ് നമ്മുടെ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുള്ളൂ. നമുക്ക് നമ്പർ കിട്ടി. ഏതാ നമ്പർ? 2. ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കുക. 2 മീഥൈൽ ഹെക്സൈൻ എന്നാണ് നമ്മുടെ ഈ ഹൈഡ്രോ കാർബണിന്റെ പേര് എന്ന് പറയുന്നത്. 2 മീഥൈൽ ഹെക്സൈൻ. അടുത്ത് നോക്കിയേ. ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഇതാണ് അല്ലേ? ആ കാർബൺ ചെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 കാർബണുകളുണ്ട്. 4 കാർബൺ ഉള്ളതിനെ നമ്മൾ എന്താ വിളിക്കുക? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട് എല്ലാം സിംഗിൾ ബോണ്ടാണ്. കാർബൺ എല്ലാം സിംഗിൾ ബോണ്ടാണ്. അതുകൊണ്ട് ANE. ബ്രാഞ്ച് കണ്ടാൽ അപ്പൊ തന്നെ മനസ്സിൽ ഒരു വട്ടം വരച്ച് വയ്ക്കുക. ബ്രാഞ്ചിന്റെ പേരെന്താ? മെത്താണ്. ബ്രാഞ്ച് ആയ കാരണം YL എന്ന് എഴുതാം. പൊസിഷൻ ഉറപ്പായിട്ടും നമ്മൾ ഇവിടെ നിന്നായിരിക്കും നമ്പർ ചെയ്യുക.
ബ്രാഞ്ചിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ പൊസിഷൻ. കാര്യം മനസ്സിലായി? ഇനി ഒരു കിടിലൻ സാധനമാണ്, നോക്കിക്കോ. ദേ, നമ്മുടെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ എന്ന് പറയുന്നത് പല കുട്ടികളും ഇതാണ് എന്ന് വിചാരിക്കും. ഇതാണോ? ഇതല്ല. ഇതിലും ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഉണ്ട്, നോക്കിയേ. കാണിച്ചു തരാൻ, നോക്കിക്കോ. ദേ, ഇതാണ് നമ്മുടെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. ശരിയല്ലേ? ശരിയല്ലേ? ശരിയാണ്. ഇപ്പൊ ഏതായിരിക്കും ബ്രാഞ്ച് വരാ? ഇതാണ് നമ്മുടെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ പേരൊന്ന് പറഞ്ഞേ. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്. അതായത് 1 2 3 4 5 6 6 കാർബൺ ആണ് ലോങ്സ്റ്റ് കാർബൺ ചെയിനിൽ വരണേ. അപ്പൊ അത് കാരണം ഹെക്സ് എന്ന് വിളിക്കാം. ഹെക്സ്. കാർബൺ കാർബൺ എല്ലാം സിംഗിൾ ബോണ്ട് ആണ്, അതുകൊണ്ട് ഇനി ഇനി നമ്മുടെ ബ്രാഞ്ചിന്റെ പേര് എഴുതണം അല്ലെ. എന്തായിരിക്കും ബ്രാഞ്ചിന്റെ പേര് വരാ? മെത്താണ് എന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ഒറ്റൊരു കാർബൺ ഉള്ള കാരമുണ്ട് മെത്ത്, ബ്രാഞ്ച് ആയ കാരമുണ്ട് വൈഎല്. പൊസിഷൻ പറയണം. ദേ, ഇവിടെ നിന്ന് നമ്പർ ഏതാ ശരിയാവും? 1 2 3 4. നാലാമത്തെ കാർബണിലായിരിക്കും ബ്രാഞ്ച് വരാൻ. ഇനി ഇവിടെ നിന്ന് നമ്പർ ഏത് നോക്കിയാ? 1 2 2 3. മൂന്നാമത്തെ കാർബണിന് ബ്രാഞ്ച് കിട്ടി. അപ്പൊ നമ്മൾ 3 ചൂസ് ചെയ്യുക. 3 മീഥൈൽ ഹെക്സൈൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര് വരാ. ഇനി അടുത്തതൊന്ന് നോക്കിയേ. അടുത്തതൊന്ന് നോക്കിയേ. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഇതാണോ നമ്മുടെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ? ഒരു കുട്ടി ഇങ്ങനെ എടുത്തെന്ന് വിചാരിക്കും. സെയിം നമ്പർ ഓഫ് കാർബൺസ് ആണ് ലോങ്സ്റ്റ് കാർബൺ ചെയിനിൽ വരുന്നത്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. എങ്ങനെ എടുത്താലും ഈ കേസിൽ കുഴപ്പമില്ല. ഞാൻ ദേ ഇങ്ങനെ എടുക്കാൻ പോവാണ്. അപ്പൊ ബാക്കി വരണത് ബ്രാഞ്ച് ആണ്. ബ്രാഞ്ചിനെ കണ്ടു, ഞാൻ വട്ടം വരച്ചു വെച്ചു. ഇനി അടുത്തതായിട്ട് ലോങ്സ്റ്റ് കാർബൺ ചെയിനിന്റെ പേര് എഴുതാം. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5. 5 കാർബൺ ഉണ്ട്. അപ്പൊ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. പെന്റാന്ന് മനസ്സിലായി. എല്ലാം സിംഗിൾ ബോണ്ടുകളാണ്. ഇനി നമ്മൾ എന്ത് എഴുതണം? ബ്രാഞ്ചിന്റെ പേര് എഴുതണം. ഈ ബ്രാഞ്ചിൽ നോക്കിയേ, 1 2 കാർബൺ ഉണ്ട് അല്ലെ. 2 കാർബൺ ഉണ്ടെങ്കിൽ നമ്മളതിനെ എത്ത് എന്ന് വിളിക്കും. എത്ത് എന്ന് വിളിക്കും. ETH. ബ്രാഞ്ച് ആയ കാരമുണ്ട് വൈഎൽ. ഇനി ഇതിന്റെ പൊസിഷൻ എഴുതണ്ടേ? പൊസിഷൻ ഒന്ന് നോക്കിക്കോ. 1 2 3. ഇവിടെ നിന്ന് നമ്പർ ചെയ്താൽ മൂന്നാമത്തെ കാർബണില് ബ്രാഞ്ച് വരും. ഇനി ഇവിടെ നിന്ന് നമ്പർ ചെയ്ത് നോക്കാം. 1 2 3. അപ്പൊ എങ്ങനെ നമ്പർ ചെയ്താലും മൂന്നാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ബ്രാഞ്ച് വരുന്നത്. അപ്പോ ഇവിടെ 3 ഈഥൈൽ പെന്റെയിൻ എന്ന് വരും. കാര്യം മനസ്സിലായി? അപ്പോ നമ്മുടെ ആൽക്കെയിനുകളുടെ, അതായത് ഒരു ബ്രാഞ്ച് വരുന്ന ആൽക്കെയിനുകളുടെ നോമൻക്ലേച്ചർ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞു. അതിൽ കുറച്ച് കോമ്പൗണ്ടുകളൊക്കെ നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ പേരിട്ടു. കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി അതേപോലെ വേറൊരു കാര്യം കൂടി പറയാം. ഞാൻ നേരത്തെ ബ്രാഞ്ച് വരുമ്പോൾ വൈഎൽ ചേർക്കാൻ പറഞ്ഞു, ശരിയല്ലേ? ബ്രാഞ്ച് വന്നപ്പോൾ മെത്തിന്റെ കൂടെ വൈഎൽ ചേർക്കാൻ. എത്ത് വന്നാലും ബ്രാഞ്ച് ആണെങ്കിൽ വൈഎൽ ചേർക്കാൻ എന്ന് പറഞ്ഞു. എന്താണ് ഈ വൈഎൽ എന്ന് പറയുന്നത്? ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ അപ്പൊ കിട്ടുന്ന ടീംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അപ്പൊ കിട്ടുന്ന ടീംസിനെയാണ് നമ്മൾ ആൽക്കൈൽ എന്ന് വിളിക്കുക. ആൽക്കൈൽ ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ പറയും. ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ഒന്നും കൂടി പറയാണ്. ഒരു ഹൈഡ്രോ കാർബണിന്, ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിന്. അപ്പൊ സംശയം, എന്താണ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ? നോക്കിക്കോ. സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ ആ ഹൈഡ്രോ കാർബൺ നോക്കുകയാണെങ്കിൽ ഫുൾ കാർബൺ സിംഗിൾ ബോണ്ടുകളായിരിക്കും. ഫുൾ കാർബൺ സിംഗിൾ ബോണ്ടുകളായിരിക്കും ഉണ്ടാവുക. അത്തരത്തിലുള്ള ഹൈഡ്രോ കാർബണെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ എന്ന് പറയാ. അതായത് നമ്മുടെ ആൽക്കെയിനുകളെയാണ്, ആൽക്കെയിൻ ANE
ANE വരുന്ന ടീംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആൽക്കൈനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കുക. ആൽക്കൈനുകളെയാണ് ANE, ആൽക്കൈനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കുക. നോക്കിക്കോ, CH4 നമ്മൾ എഴുതാണ്. അതിന് ഞാൻ കുറച്ചും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഒരു സ്ട്രക്ചർ രൂപത്തിൽ ഞാൻ വരച്ചുതരാം. അവിടെ നോക്കിക്കോ, CH4 ആണ് കേട്ടോ അത്, CH4. അപ്പൊ നോക്ക്, CH4 4 ഹൈഡ്രജനും ഒരു കാർബണും. അതിൽ നിന്ന് ഇതൊരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണാണ്. അതിൽ നിന്ന് ഹൈഡ്രജൻ പോവുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്ന് വിളിക്കുകയാണ്. ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്ന് നമ്മൾ വിളിക്കുക. അതായത് ഇതിനെ ഞാൻ ഇങ്ങനെയും കൂടി എഴുതാം. എനിക്ക് CH3 ഈ വരയാണ് കേട്ടോ, ഈ വര. എന്തിനാ ആ വര വരച്ച് വെച്ചേക്കണേ? അവിടെ ഹൈഡ്രജൻ ഇല്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ എന്തിനു വര വരയ്ക്കണേ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനു വര വരയ്ക്കണേ? ശരിയാവില്ല. എന്ത് ശരിയാവില്ല? നമ്മള് ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കാർബണ് ചുറ്റും 4 ബോണ്ടുകൾ വേണം. ഇവിടെ 3 ബോണ്ടല്ലേ ഉള്ളൂ. അപ്പൊ ഹൈഡ്രജൻ പോയാലും ഇല്ലെങ്കിലും നമ്മൾ വര എന്തായാലും വരച്ചു വെക്കണം. ആരെങ്കിലും ഒക്കെ വന്നോളൂ. അപ്പൊ CH3, അതേപോലെ തന്നെ CH2 എന്നൊക്കെ പറയുന്നത് എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.